ചെറുപ്പം മുതലേ അവന് നാട് വിട്ടു പോണമെന്നായിരുന്നു മോഹം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാട് വിട്ടു. എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ. അച്ഛൻ മരിക്കാൻ നേരവും വാസു വന്നില്ലേന്നാ ചോദിച്ച്. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പോയവരോ പോയി. ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ടത് പൂർത്തീകരിച്ചു കൊടുക്കുക. എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുകയുണ്ടായി. വിധി എന്നൊന്നുണ്ടല്ലോ, അതുപോലെ നടക്കൂ. ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നുപെട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ആരൊക്കെയോ സഹായിച്ചു, കുറെ പണം ഉണ്ടാക്കി. അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത്. ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി. കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു. ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശിയായ തൻ്റെ ഏക മകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. തൻ്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത്. അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ? അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വില പതിക്കുന്ന സ്വത്തുക്കൾ വേണ്ടവിടെ നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ്. ഉടനെ പോകാളിയാ. കറക്റ്റ്. അല്ല വക്കീൽ, ഒരു സംശയം ചോദിച്ചോട്ടെ. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ്. എനിക്കും. അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. മാത്രമല്ല സർ, അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട സർ. എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ്. അളിയാ, എന്താ ഇത്? കാലുവിട്, കാലുവിടാൻ രാവിലെ തന്നെ കാല് വാരുവാന്നോ? കാല് വാരിയല്ല അളിയാ, ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക. കാലെന്ന് വിടാൻ. അളിയാ, ഞാൻ പറയുന്ന കേക്ക്. അളിയാ, കേക്ക്. ഓ, അടുത്ത മാറിക്കുന്നു. നിനക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടായിരുന്നോ? ഭാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിന് വന്നപ്പോ 1 കിലോ കേക്കും കൊണ്ടല്ലേ ഞാൻ വന്നത്. നിനക്ക് ഓർമ്മയില്ലേ? പച്ച കള്ളം. സത്യമാ. അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ? അല്ല, 1 കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ. അങ്ങോട്ട് പറഞ്ഞില്ല. അശോക, നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ തീവണ്ടിക്ക് സീറ്റ് ബുക്ക് ചെയ്യണ്ടേ? നമുക്ക് ബുദ്ധിമോശമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും തമ്മി കണ്ട തല തല്ലി കീറാൻ നിൽക്കുന്ന നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, ഞങ്ങൾ തമ്മിൽ എന്ത് സ്നേഹത്തിലാണെന്നറിയോ? പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ നിന്നല്ലേ ഊണ് കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. കണ്ട കിസ് ചെയ്യണ കണ്ട. അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും വിവരവും വിദ്യാഭ്യാസമുള്ള നീ ശിക്ഷിക്കണം. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും. ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചെന്നിരിക്കും. ആഹാ, അതൊരു ആനന്ദ ഭൈരവി രാഗം പോലെ ഞാൻ ആസ്വദിക്കും. ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും. അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും. പിടലിക്ക് പിടിച്ച് പുറത്താക്കിയാലോ? ഞങ്ങൾ പൊന്നളിയാ, കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് നമുക്ക് എന്നാ അളിയാ പോവേണ്ടത്? തൽക്കാലം നമ്മൾ പോകുന്നില്ല. അപ്പൊ ഈ ജാതകത്തിലും രാജകത്തിലും ഒക്കെ കുറച്ച് കാര്യമുണ്ടല്ലേ? നിനക്കും പകർന്നോ ആ ഭ്രാന്ത്? ഈ ആഴ്ച എന്തായാലും വീടിന്റെ ജപ്തി നടക്കണം. കേറിക്കിടക്കാനൊരിടമില്ലാതെ പെരുവഴി ശരണമാകുമ്പോഴും പാവം അമ്മ പറയും മകന് രാജയോഗം വരാൻ പോന്നു. ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ച് ജപ്തിക്കൊരു അവധി വാങ്ങിക്കൂടെ? പലവട്ടം സാവകാശം തന്നതാ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അന്ന് ആ വക്കീൽ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചൂടെ? പണ്ടെങ്ങോ നാട് വിട്ടുപോയ അമ്മാവൻ കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയൊരു വിവാഹം കഴിക്കുക, അതൊന്നും എന്റെ സാഹചര്യമായി പൊരുത്തപ്പെടില്ല. സാഹചര്യത്തിനൊത്ത് മാറണം, അതല്ലേ ജീവിതം. ശീലിച്ചിട്ടില്ല കുഞ്ഞികൃഷ്ണ. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം. മുണ്ട് മുറുക്കി ഉടുത്തായാലും മാനം കാക്കണം. മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ. മറ്റെന്ത് സഹിക്കാം. ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങടെ മുഖത്ത് നോക്കാനാ മടി. നാളെ തെരുവിലിറങ്ങുമ്പോൾ
അവളും ഉണ്ടാവും ഒപ്പം. അശോക, നീ ഇങ്ങനെ സാരമില്ലടാ. പോസ്റ്റ്മാനെ കാണുമ്പോൾ അശോകന്റെ വിലാസം മാറിയ കാര്യമൊന്ന് പറയണം. ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി. വരട്ടെ. പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചിറക്കി വിട്ടായിരിക്കും ജപ്തി നടത്തുന്നത്, അല്ലേ മോനെ? പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്രയും കാലം മോര് അമ്മയോട് മറച്ചു വച്ചിരിക്കുകയായിരുന്നല്ലേ? അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വീട്ടി തീർക്കാമെന്ന് വിചാരിച്ചു. നല്ല കാലം വരുന്ന ജാതകത്തിന്റെ കഥ എല്ലാവരും കൂടെ പറഞ്ഞപ്പോ ഞാനും അതറിയാണ്ടങ്ങ് വിശ്വസിച്ചു പോയി. തെക്കിനിക്കോലായുടെ തളത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുക. ചിലപ്പോ കല്യാണിക്കുട്ടിയെന്ന് വിളിക്കും. മറുവിളിക്കൊരുങ്ങുമ്പോഴാ വെറും ഒരു തോന്നലാണെന്ന് ഓർമ്മ വരിക. ഒന്നും ഓർക്കുമ്പോഴാ വിഷമം. ആ അസ്ഥിത്തറയിലെ വിളക്ക് വെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല. ഇനി അതും മുടങ്ങും. മോനെ, നീ ശുണ്ടിയെടുത്ത് അമ്മയോട് വഴക്കിന് വരരുത്. ഇന്നലെയും ആ വക്കീലിന്റെ കത്ത് വന്നു. എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നും ചോദിച്ച്. മോനെ, ഒരു കുടുംബം മുഴുവൻ നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുക. അതെന്റെ മോൻ മറക്കണ്ട. ആലുവ താലൂക്കിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ 7-ാം വാർഡിൽ വാരിക്കുഴിയിൽ വീട്ടിൽ ഗോവിന്ദൻ നായർ മകൻ ഗംഗാധരൻ നായർ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനാൽ ടിയാന്റെ പേരിലുള്ള വീടും സ്ഥാവര ജംഗമ വസ്തുക്കളും 1995 ജനുവരി 16-ന് കോടതി വിധി പ്രകാരം കണ്ടുകെട്ടിയിരിക്കുന്നു. അയ്യോ, കൊട്ടാരം കൊട്ടാരം. ദേ വണ്ടി. വണ്ടിയല്ലടാ, കുതിര വണ്ടി. ചേട്ടൻ കയറി, ഞാൻ വലിക്കാം. വലിച്ചോ വലിച്ചോ. ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം പാർലർ അല്ലടാ, പണക്കാരുടെ ബീച്ചാ. നമുക്ക് കുളം കോരാം. ഞാനും വരാം, ഞാനും വരാം. വരിക വരിക. വരികല്ലാതെ പിന്നെ പോകാൻ പോണ വക്കീലേ. ഇന്നലെ വരുമെന്ന് കരുതി കാത്തിരുന്നു. എന്ത് പറ്റി അശോകൻ? അത് വണ്ടി ഡബിളായി പോയി. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീലെ. ദൂരയാത്രയിൽ ശീലമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര രസമാ. ഈയിടെ വക്കീൽ അല്പം കുംഭ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വക്കീൽ സാർ കുടുംബപരമായി പെട്ടെന്ന് വീർക്കുന്ന പ്രകൃതമാണ്. നീര് എങ്ങനെ നീര് വരാതിരിക്കും? പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല, തീറ്റി മാത്രം, ചേട്ടനെ പോലെ. പോക്കിരിത്തരം പറയരുത്. ഓർത്തിത്തരം പറഞ്ഞ ക്ഷമിക്കണം അളിയന്മാരാ, യാത്രാക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചുമ്പയും പറയുക, കാര്യമാക്കണ്ട. മുൻഷാമി, ഇവരെ അമൃതിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. എല്ലാം ചൊന്നമാരി. ശരി, അത്തേക്കല്ല മോനെ അശോക, വലതുകാലം വെച്ച് കയറണം. വേണ്ട, ചാടി ചാടി കയറാം. ഇങ്ങോട്ട് വന്നേക്കില്ലേ. പേരെന്നാ? കൊത്തുപണി ചെത്തി. ആര്? വാടോ ഇങ്ങേ. പൊട്ട്, പപ്പട, മീശ. ആയ് என் ரத்தத்தின் ரத்தமான அன்பு தமிழ் மக்களே, நான் தான் லாலிச்சன் கவுண்டர்.
இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்பிக்கும். நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டார். நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல. என் தாய்நாடு தமிழ்நாடு தான். என் பெரியப்பா வரிது கவுண்டர் இந்த ஊர்ல ஒரு பெரிய டீ கடைக்கே கவுண்டரா இருந்தது. இதுக்கப்புறம் நீங்க சொல்லுங்கள் நான் யார் എന്താണ് നോക്കിക്കുന്നത്? പോടാ അവിടുന്ന്. ചേട്ടാ, என்ன சொல்? നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടുവന്നോ? ആ വക്കീൽ എന്താ പറഞ്ഞെന്നറിയോ? ഇഷ്ടമുള്ള മുറി തെരഞ്ഞെടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. ആ വക്കീൽ അങ്ങനെ പറഞ്ഞു. എങ്കിലെ എലുമ്പ് ഗുരുക്കൾ കയറി നിരങ്ങുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മുറി നമുക്ക് എടുക്കണം. ആസുമി, അവിടെ നിന്നേ. ഈ മുറി മതി ചേട്ടാ. നമ്മുടെ ഒരു നിലവാരം ഇത് മതിയെന്നേ. മതി. ആരാ അവിടെ ചുരണ്ടി പറിക്കുന്നത്? ഓ, ആ എലുമ്പ് കയറി പറ്റി. ചവിട്ടി തുറയേട്ടാ. ഗുഡ് മോർണിംഗ്. ശൃംഗരിക്കേണ്ട ഒരു പ്രായം, മുതുകാള. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത്. സാമാന്യ മര്യാദ വേണ്ടേ? ആരായി ഒരാള്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കിയ മുറി. എങ്ങോട്ട് അറിയിക്കും? എന്തൊരു ചന്തം. നാട്ടിലെ പോലെ ഇവിടെ പാരവെപ്പ് തുടരാനാണ് പരിപാടിയെങ്കിലേ ചവിട്ടി എല്ലുടിക്കും. என்னாச்சு? யார் இந்த திருட்டு பசங்க? யார் நீ? அசோகன் அழியம்மார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதா சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க മല്ലൻ. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പാട്ട്. എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്കൊന്നും ഒന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. ബിസി ആയിരിക്കും, അതുകൊണ്ടാ. നമ്മൾ ഈ ചിലരെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര്. ലലിച്ച വേണ്ട. അമ്മ ഇപ്പൊ വന്നിരുവാങ്ങ ഉക്കാരുങ്ങ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. പെങ്കൊച്ചിന് അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന, അല്ലാതെ ചേട്ടനല്ല. നീ പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നത്? ചേട്ടാ വേണ്ട. എന്താ അവിടെ പള്ളി ഉണ്ടോ? മണിയടി കേൾക്കുന്നു. പേരെന്താ? ശ്രീദേവി ഉന്നെ മേലെ കൂപ്പിടുறாங்க. ചായ. നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു? താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ? ചെല്ലേ, പറഞ്ഞു കേട്ടില്ലേ? മുകളിൽ ചെല്ലാൻ. ജോലിക്കാരി കുട്ടിയാ. അപ്പൊ നമ്മുടെ കുട്ടിയോ? എന്റെ കളരി പരമ്പരയെ രക്ഷിക്കണേ. അയ്യേ, ഇതാണോ മോള്? ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ. പ്രായം ഉണ്ടെങ്കിൽ എന്താ? എന്തൊരു മുഖശ്രീ! വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആഭരണങ്ങളുണ്ടോ? അശോകന് നന്നായി കലക്കി. നമുക്ക് കലക്കാം. ഇതാണ് രാജവിലയുടെ മുത്തശ്ശി. കൗണ്ടർനാരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും. വണക്കം. ഉക്കാരങ്ക. ഞങ്ങൾ ഊണ് കഴിച്ചില്ല, അമ്മച്ചി കഴിച്ചല്ലേ? ഇരിക്കാൻ പറഞ്ഞതാ. നിങ്ങളോടല്ല, അമ്മ ഇരിക്കട്ടെ. ഓഹോ, അമ്മ ഇരി. യാരിതിൽ അശോകൻ? ഞാൻ അളിയൻ. അളിയനാ? അതെ, അശോകന്റെ അളിയൻ. ഇത് ലാലിച്ചൻ. അല്ല, ഞാൻ അശോകൻ. തെറ്റിപ്പോയി. ഇതാണ് അശോകൻ. ஏன்
என் கொச்சுமோள் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும். இது கவுண்டர் நாயனுடைய ஆசை. வக்கீலே, இவங்களுக்கு வேண்டிய வசதியை செஞ்சு கொடுங்க. മോൾ ഇവിടെ ഇല്ലേ? ராஜவல்லி இப்ப வந்துருவா. நீங்க எல்லாரும் கீழே உட்காருங்க. മോളിപ്പോ വരും, എല്ലാരും കീഴെ ഇരിക്കാൻ. ഇവിടെ അല്ല, താഴെ ഹാളില്, താഴെ താഴെ. കീഴെ കീഴെ വാ